ചോദ്യം ചെയ്ത് ടീച്ചർ അടിക്കാൻ വന്ന സമയത്ത് അത് വാങ്ങിച്ച് തിരിച്ചു തള്ളുന്നു. സോ എൻ്റെ അടുത്ത് വന്നൊരു കേസ് പറയുകയാണെങ്കിൽ 9 വയസ്സുള്ള നല്ല കാണാൻ ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി അവളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള കുട്ടികളുടെ പേഴ്സണൽ ബിലോങ്ങിങ്നെസ് മോഷ്ടിക്കുന്നു, അത് എടുത്തു വെക്കുന്നു. അതിനെ ചോദ്യം ചെയ്ത് ടീച്ചർ അടിക്കാൻ വന്ന സമയത്ത് അത് വാങ്ങിച്ച് തിരിച്ചു തള്ളുന്നു. ഈ ഒരു കംപ്ലൈൻറ്റിലാണ് കൊണ്ടുവന്നത്. ഈ കുട്ടിയുടെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി എവിടെയും അഡീക്വേറ്റ് അല്ല എന്നൊരു തോന്നലുണ്ട്. കാരണം ഈവൻ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ കുറച്ചൊരു ഫെയർ അല്ലാത്ത കുട്ടികളെ ഭയങ്കര മോശമായിട്ട് ബുള്ളി ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളതുകൊണ്ട് ഈ കുട്ടി അത് ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈവൻ പിയേഴ്സിൻ്റെ ഇടയിൽ നിന്നും കൂടി ഇങ്ങനെ ഒരു പ്രഷർ വന്നപ്പോൾ ഈ കുട്ടിക്ക് ആങ്ഷ്യസ് ആയി തുടങ്ങി. ഞാൻ നല്ലതല്ലേ എന്നുള്ള തോന്നലിൽ നിന്ന് ഈ കുട്ടി കോപ്പ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു മെക്കാനിസം മാത്രമായിരുന്നു ഇത്. ഇതിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഫീലിങ്സ് ആ കുട്ടിക്ക് മനസ്സിലാക്കിക്കാൻ നമ്മൾ സമയം കൊടുത്തു. അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, നീ ഒരിക്കലും ഒരു ചീത്ത കുട്ടിയല്ല, ഇത് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു കാര്യം മാത്രമാണ്. ആ കുട്ടിയുടെ ഇമ്പൾസസ് മനസ്സിലാക്കി. നമുക്ക് ആങ്സൈറ്റി വരുന്ന സമയത്ത് നിനക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഏർജ് ഉണ്ട്. അപ്പോൾ ആ കുട്ടി അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിന് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് പതിയെ അവൾക്ക് അതിൽ നിന്ന് ഊരി പോരാനുള്ള എല്ലാ ടെക്നിക്സും പറഞ്ഞു കൊടുത്തു. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഫാമിലിക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുത്തു.